എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ഭഗവത്ഗീതയിൽ ചാപ്റ്റർ 4 ജ്ഞാനകർമ്മ സന്യാസ യോഗം. അതിലെ അടുത്ത ഒരു പദ്യം, അടുത്ത ഒരു ശ്ലോകം 5. എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. ധ്യാനം. യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരുതഃ സ്തുന്നന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തീയം സാമഗ ധ്യാനാവത്സിതദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭഗവത്ഗീതയുടെ ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്ന മറ്റ് കൃതികൾ എല്ലാം ഒരു പ്രത്യേക കാലഘട്ടത്തിലൊക്കെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും, അതെല്ലാം എല്ലാവരും വായിക്കും, അങ്ങനെയൊക്കെ അതിനെ അങ്ങോട്ട് പിന്നെ അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഭഗവത്ഗീത അതുപോലുള്ള കുറച്ച് കൃതികളൊക്കെ ഭാരതത്തിൻ്റെ സംഭാവനയാണ്. ഇത് ഓരോ ദിവസവും അതിൻ്റെ മേന്മയും അതിൻ്റെ മഹത്വവും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പോലും ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളത്. കാരണം അതിൽ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചും മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചും ഹൈലി മാനേജ്മെൻറ്റ് സ്കിൽസാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഈ ഒരു MBA അങ്ങനെ പോലുള്ള വലിയ വലിയ മാനേജ്മെൻറ്റ് കോഴ്സുകളൊക്കെ ഉള്ളവർക്ക് പോലും ഭഗവത്ഗീത നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പറയാനുള്ളത്, ഭഗവാൻ ഒരു ഹൈലി മാനേജ്മെൻറ്റ് മൈൻഡ് മാനേജ്മെൻറ്റ് അതിലൊക്കെ ഭഗവാൻ ഭയങ്കര എക്സ്പേർട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ശ്ലോകം വായിക്കാം. 4ാമത്തെ ചാപ്റ്റർ ഭഗവത്ഗീത ജ്ഞാനകർമ്മ സന്യാസ യോഗം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗുരുഭ്യോ നമ. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരന്തപ. ശ്രീ ഭഗവാൻ പറയുന്നു, മേ തവ ച, അതായത് മേ എനിക്ക്, തവ നിനക്ക്, എനിക്കും നിനക്കും, ബഹൂനി ജന്മാനി വ്യതീതാനി, ബഹൂനി ജന്മാനി അനേകം ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, വ്യതീതാനി കഴിഞ്ഞിരിക്കുന്നു, താനി സർവാണി അവയെല്ലാം, സർവാണി അവ എല്ലാം എന്നുള്ളത്, താനി അവയെല്ലാം, അഹം വേദ ഞാൻ അറിയുന്നു, ത്വം ന വേത്ത, ത്വം നീ അല്ലെങ്കിൽ അങ്ങ്, ന വേത്ത വേത്ത അറിയുന്നില്ല, പരന്തപ. ഇവിടെ അർജുനനെ പരന്തപ എന്നാണ് വിളിക്കുന്നത്. മറ്റുള്ളവരെ തപിപ്പിക്കുന്നവൻ. മറ്റുള്ളവരെ തപിപ്പിക്കണമെങ്കിൽ അയാൾക്ക് കുറച്ച് കഴിവ് വേണം, അയാൾക്ക് കുറച്ച് എബിലിറ്റിയും സാമർഥ്യമൊക്കെ ഉള്ളവർക്ക് മറ്റുള്ളവരെ തപിപ്പിക്കാൻ പറ്റും. അപ്പോൾ ശിഷ്യന്മാരുടെ എല്ലാ സംശയങ്ങളും നിവർത്തിക്കുന്നതിൽ അപാരമായ കഴിവുള്ളവരാണ് നമ്മുടെ ഹിന്ദുമതത്തിലെ ആചാര്യന്മാർ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും, കൃഷ്ണൻ ഒരു യഥാർത്ഥ ആചാര്യൻ തന്നെയാണ്. കാരണം കൃഷ്ണൻ ഒരുപാട് സംശയങ്ങൾ, അർജുനൻ്റെ സംശയങ്ങളെ നിവർത്തിച്ചു കൊടുക്കുന്നു. എന്നിട്ട് കൃഷ്ണൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ജ്ഞാനം ഉപദേശിച്ചത് സൂര്യദേവനാണ്. അപ്പോൾ സൂര്യദേവനൊക്കെ വരുന്നതിന് മുമ്പേ കൃഷ്ണനുണ്ട് എന്ന് പറയുമ്പോൾ അർജുനന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം അർജുനൻ അർജുനൻ്റെ കൂടെ ഉള്ള ഒരാളാണല്ലോ കൃഷ്ണൻ. അപ്പോൾ എത്രയോ ജന്മങ്ങൾക്ക് മുമ്പാണ്, എത്രയോ യുഗങ്ങൾക്ക് മുമ്പാണ് സൂര്യൻ ഉണ്ടായത്. അപ്പോൾ ആ ഏറ്റവും ആദ്യം ഉണ്ടായ സൂര്യന് പോലും ഉപദേശം കൊടുക്കാൻ ഭഗവാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ ഭഗവാനാണ് ഇവിടെ അതിപുരാതനമായിട്ട് ആദ്യം ഉണ്ടായത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഭഗവാൻ മാത്രമേ ഇവിടെ ഉള്ളൂ, അങ്ങനെയും പറയാം. പിന്നെ എന്നാൽ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് വലിയ ധാരണ ശരിക്കുമില്ല. എന്നാൽ സൃഷ്ടിയെക്കുറിച്ച് ശരിക്കുള്ള ധാരണ നമുക്ക് ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങൾ തരുന്നുണ്ട്. അതിൽ മർത്യർക്കിടയിൽ ഭഗവാൻ അമർത്യനായിട്ട്, മനുഷ്യർക്കിടയിൽ ഭഗവാൻ മനുഷ്യനല്ലാതെ ജീവിക്കും, എന്നാൽ മനുഷ്യനായിട്ടും ജീവിക്കും. അതാണ് നമ്മൾ ഭഗവാന്റെ കഥകളിലും ഒക്കെ കാണുന്നത്. അപ്പോൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പറയുന്നുണ്ട്, മനുഷ്യരൂപം ലഭിക്കുന്ന അനേകം ആയിരം ജന്മങ്ങൾ താണ്ടിയാണ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഹിന്ദു മതത്തിൽ പുനർജന്മത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ പുനർജന്മം
പുനരഭിജനനം പുനരഭിമരണം എന്ന് ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ജന്മങ്ങൾ കഴിയുമ്പോഴും പക്ഷെ നമ്മൾ ആ ജന്മത്തിലെ എല്ലാ കാര്യങ്ങളും മറക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മളുടെ ഈ ഒരു ജന്മത്തിൽ ഒരു കാര്യവും ഇനി അടുത്ത ഒരു ജന്മം നമുക്ക് കിട്ടുമ്പോൾ ഓർമ്മയുണ്ടാവില്ല. അതൊരു അനുഗ്രഹവുമാണ്. കാരണം നമ്മളിതെല്ലാം ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ജന്മം നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? കാരണം നമ്മൾ ഇന്നത്തെ ഇപ്പോഴത്തെ നമ്മുടെ ജന്മത്തിലെ കാര്യങ്ങൾ തന്നെ അത്രയും കോംപ്ലക്സാണ്, അത്രയും സങ്കീർണമാണ്. അപ്പോൾ അത് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിയൊരു ജന്മം എടുക്കുമ്പോൾ ഈ ഒരു ജന്മത്തെ ഓർമ്മയും കൂടെ വരികയാണെങ്കിലോ, അപ്പോൾ അതുകൊണ്ട് അത് ഭഗവാൻ ആ ഒരു മറവി എന്ന് പറയുന്നത് മനുഷ്യന് കിട്ടിയ ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഓരോ പുതിയ ജന്മം എടുക്കുമ്പോഴും നമ്മൾ കഴിഞ്ഞ ജന്മത്തിലെ എല്ലാ കാര്യങ്ങളും മറക്കുകയും പിന്നെ പക്ഷേ ആ ജന്മത്തിലെ വാസനകളെന്ന് പറയും, ആ ജന്മത്തിലെ കാര്യങ്ങൾ ഒരു വാസന രൂപത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ടാണ് ചിലരൊക്കെ ക്രിമിനൽ ചിന്തകളൊക്കെ. കാരണം പൂർവ്വജന്മങ്ങളിലെ വാസനകളാണ്. ആ വാസനകൾ അയാളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പം സർവജ്ഞനായ ഭഗവാൻ, ഈശ്വര രൂപത്തിൽ സർവജ്ഞനായ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ തനിക്കും അർജുനനും ഉണ്ടായിട്ടുള്ള എല്ലാ പൂർവ്വജന്മങ്ങളെക്കുറിച്ചും അറിയുന്നത്. അതാണ് താനി സർവാണി അഹം വേദ എന്ന് പറയുന്നത്. അപ്പം എനിക്കിത് അറിയുന്നു. താന്യഹം വേദ സർവാണി എന്ന് പറയുന്നുണ്ട്. നത്വം വേത്ത പരന്തപ, എന്നാൽ നീ ഒന്നും ഇതിനെക്കുറിച്ച് അറിയുന്നില്ല അർജുന എന്ന്. പക്ഷെ ഭഗവാന് സ്വന്തം സ്വരൂപത്തെക്കുറിച്ച് ബോധമുണ്ട്. ഒരുപാട് ജന്മങ്ങളിൽ എന്തെല്ലാം അവതാരങ്ങൾ എടുത്തു വന്നു എന്നും എല്ലാം ഭഗവാന് നല്ല ബോധമുണ്ട്. എന്നാൽ അർജുനന് മനുഷ്യജന്മം എടുക്കുന്ന അർജുനന് ആ ഒരു ബോധം വരില്ല. അതുകൊണ്ടാണ് പറയുന്നത് അർജുനനും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അപ്പോൾ ഭഗവാൻ എല്ലാത്തിനും അതീതനാണ് എന്നും ഭഗവാൻ സർവജ്ഞനാണ് എന്നും ഭഗവാനാണ് ഇവിടെ എന്നുമുള്ളത് എന്നും സൃഷ്ടിയും സ്ഥിതിയും ലയവും എല്ലാം ഭഗവാനാണെന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് നമുക്കും വേണ്ടത്. അപ്പോൾ ഈ ഒരു ശ്ലോകം ഒരിക്കൽ കൂടെ ചൊല്ലാം. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വിദിതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരന്തപ. അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്കും നിനക്കും എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്ന അർജുന, അവയെല്ലാം ഞാൻ അറിയുന്നു, എന്നാൽ നീ അറിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ജ്ഞാനം ഉപദേശിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഒരു അറിവ്, ആ ഒരു പൂർവ്വജന്മങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുചാ. ഓം തത്സത്. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. നന്ദി, നമസ്കാരം.